ഹലോ പ്രിയപ്പെട്ടവരെ, ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഓണാഘോഷം ഇതാ ആരംഭിക്കുകയായി. അതിൻ്റെ തുടക്കത്തിൽ ഉള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കായ ഒരു 10-14 കിലോയുടെ ഒരു കൊല വാങ്ങി ആ കൊല പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉത്രാടത്തിന് മുമ്പായിട്ട് ചില സംഗതികളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആരംഭിച്ചു. ഇനി നാളെ ഉത്രാടത്തിനാണ് പണ്ട് ഉള്ള കാരണവന്മാർ പറയും ഉത്രാടത്തിൻ്റെ അന്നാണ് എല്ലാവർക്കും ഭയങ്കര പരവേശം എന്ന് പറയും. കാര്യം ഭക്ഷണമെല്ലാം ഉണ്ടാക്കി തീർക്കണം, ഒത്തിരി ഒരുങ്ങാനുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ട് ഇച്ചിരി നേരത്തെ ഞങ്ങൾ എല്ലാം തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഓണാഘോഷം എന്ന് പറയുന്നില്ല. കാര്യം നമ്മുടെ കൂടപ്പുറപ്പോള് പറയാണ് മലയിടിഞ്ഞ് മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ടും ഒത്തിരി പേരെ കാണാതും ഒക്കെ ആയത്. എങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഓണത്തിന് വേണ്ടി എനിക്ക് ലീവ് കിട്ടിയതും ഞാൻ വന്നതും ആയതുകൊണ്ട് മാത്രമാണ്. കാണുന്നവർ ക്ഷമിക്കണം. കാര്യം ഞങ്ങളങ്ങനെ വലിയൊരു പരിപാടിയൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. ചെറിയ രീതിയിൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഇവിടെ. അങ്ങനെ ഒരു മാസത്തേക്കുള്ള മാവേലി കുറെ കാലം കൂടി ഓണം കൂടെ വന്നപ്പോഴേ മോളുടെ അഭിപ്രായമാണ്. മോളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ വീട്ടിലെ മാവേലി എന്ന് പറയുന്നത് ഞാനാണ്. അപ്പൊ 1 മാസത്തേക്ക് ആ മാവേലി വന്നിരിക്കാന്നൊക്കെയാ പറയുന്നത്. ക്രേപ്പറായി വെച്ചിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ കായവർക്കക്കാരൊക്കെ അരിയത്തില്ലേ, അതേമാതിരി ചെയ്യാവുന്ന എളുപ്പമുണ്ടാവും. ഇത് നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല. അത് നല്ല എക്സ്പീരിയൻസ് വേണമല്ലോ. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ആ സ്ക്രാപ്പറിന്റെ ആ ബ്ലേഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാമായിരുന്നു. കളിയടക്ക ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാ ചെയ്യുന്നത്? ഇതിനകത്ത് നമ്മൾ അരി പൊടിച്ച് വറുത്തുണ്ട്, പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി നല്ലോണം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പായിട്ട് കിട്ടും. പിന്നെ തേങ്ങ, ജീരകം, പിന്നെ കുരുമുളക് പൊടി, ലേശം വെള്ളം, ചൂടുവെള്ളമാണ് ഒഴിക്കുക. എല്ലാം കൂടെ കൂട്ടി നല്ലോണം കുഴച്ചെടുത്തതാണ്. ശരി. പിന്നെ ഇതിപ്പം കളിയടക്കും എന്തൊക്കെയാണ്? കളിയടക്കും എന്തിനൊക്കെ? കളിയടക്കും ഉണ്ട്. ഇത് കളിയടക്കയുടെ മാവാണ്. ഇത് കുഴലപ്പത്തിന്റെ മാവ്. ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഉപ്പേരിയും കളിയടക്കയും കുഴലപ്പവും ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ പ്രാരംഭ ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അടുപ്പ് കത്തിച്ചു. ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ ചിരകുന്നു. അതെ, ഉള്ളിത്തീയലാണ്. നമ്മളിത് തേങ്ങ ഇങ്ങനെ പൊടിയായി ചിരകി എടുത്തിട്ട് ഇത് നമ്മൾ വറുത്തിട്ട് അതിനകത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം ഇതാക്കിയെടുക്കും. നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോൾ മിക്സിയിൽ വെള്ളം കൂട്ടാതെ വേണം അരച്ചെടുക്കാൻ. അതാ ഉപ്പേരി വറക്കാനും കളിയടക്ക വറക്കാനും കുഴലപ്പം വറക്കാനും ഒക്കെ ആയിട്ട് ഉരുളി അടുപ്പേ കയറി. ഇന്ന് ഉത്രാടമാണ്. ഉത്രാടം ആയപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഇതെല്ലാം ഇനിയും പ്രിപ്പയർ ചെയ്ത് തീർക്കാനുണ്ട്. രാവിലെ പറമ്പിൽ പുല്ല് വെട്ടാൻ വേണ്ടി പോയത്. പുല്ല് വെട്ടാനും പുല്ലിനെ മരുന്നടിക്കാനും ഒക്കെ ആയിട്ട് ഉണങ്ങാൻ വേണ്ടി മരുന്നടിക്കാൻ പോയ വഴി അട്ട കടിച്ചിട്ട് രക്തം പിടിച്ചോണ്ടിരിക്കുക. 2 കാലിലും കടിച്ചിട്ടുണ്ട്. ഇതേണ്ട അട്ട കടിച്ച് എവിടെയോ അട്ട വീണിട്ടുണ്ട്. റൂമിനകത്ത് എവിടെയോ ആണെന്നാണ് ബിജി പറയുന്നത്. ഇപ്പം ഞങ്ങളിപ്പം അട്ടയും തപ്പി നടക്കുക. എവിടെയാണേ? ഇവിടെ എല്ലാം രക്തമാകും മോളെ. ഉപ്പുണ്ടോ? അവിടെ ഉണ്ടോ? അതാ എൻ്റെ ബെഡ്റൂമിൽ തന്നെയാണ്. ബെഡ്റൂമിലാണ് കുടിച്ചിട്ട് അവൻ കിടക്കുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കണ്ട, അതിന് ഇപ്പം ഫെമി ഇച്ചിരി ഉപ്പിടാൻ പോകും. അതിൻ്റെ ദേഹത്ത് ഇച്ചിരി ഉപ്പിടാമെന്നുണ്ടെങ്കിൽ ചത്തുപോകും. ഉപ്പിടുകയാണ്. ഇപ്പം കാണാമേ, ഉപ്പിടുമ്പോൾ അതിൻ്റെ അവസ്ഥ കാണാം. മതി. അയ്യോ, അത്രയൊന്നും വേണ്ടായിരുന്നു.
തൂത്തുവാരി കളയാം, എന്നാലും അത്രയും വേണം. അത് നുള്ളിട്ടാൽ മതി, അത് പിന്നെ ജീവിക്കുകയല്ല. ഞാൻ കണ്ടില്ല കേട്ടോ, അത് റൂമിലെല്ലാം എൻ്റെ ബ്ലഡായി. അയ്യോ, എൻ്റെ കാലേന്ന് ബ്ലഡ് എല്ലായിടത്തും ആയി. എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി എണ്ണയിലേക്ക് നമുക്ക് കായ വറുത്തിടാം. എണ്ണ ഏകദേശം ചൂടായി, നീ അരിഞ്ഞു വെച്ചാൽ നമ്മൾ ഇടുകയാണ്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഉപ്പേരി വറുത്ത് കോരി ഇരിക്കുകയാണ്. ബിജി കളിയടയ്ക്ക ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കളിയടയ്ക്ക ഇതുപോലെ ഉരുട്ടി മാവ് ഉരുട്ടിയിടും. ഇതാണ് ഇങ്ങനെ ഇതന്നിട്ട് ഉരുട്ടിയ ഈ കളിയടയ്ക്ക എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് വരും. ഇത് ഇഞ്ചിക്കറിക്ക്, പിന്നെ ഇത് ഉള്ളി തീയൽ വെക്കാൻ, ഇത് ഈ വെളുത്തുള്ളി പൊളിക്കുന്ന ഇഞ്ചിക്കറി, അവിയല്, തോരൻ, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെയാണ്. അതിന് വേണ്ടി നേരത്തെ പൊളിച്ചു വെക്കുക, അപ്പൊ പിന്നെ പണി എളുപ്പമായല്ലോ. ഇനി കുറച്ച് തേങ്ങ കൂടെ ഒന്ന് തിരുമ്മി വെക്കാനുണ്ട്, കുറച്ചും കൂടെ. വെള്ളപ്പം ഉണ്ടാക്കുന്ന ജോലിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അത് ആദ്യം ഫെമി അവിടെ ഉരുട്ടി വെക്കും. ബിജി ഓരോന്നായിട്ട് ഒരു കവറിനകത്തേക്ക് കയറ്റിയിട്ട് ഒരു പാത്രം വെച്ച് അമർത്തിയിട്ട് ഇതുപോലെ കുഴലായിട്ട് ഉരുട്ടിയെടുക്കും. കുഴലപ്പത്തിന്റെ കൂട്ട് നിനക്കൊന്ന് പറയാമോ? തേങ്ങ, ചുവന്നുള്ളി, ജീരകം, വെളുത്തുള്ളി നന്നായി അരച്ച് നല്ല തിളപ്പിച്ച് പൊടി കഴിഞ്ഞിട്ട് കുഴച്ച് ഓലക്കുടയും ചൂടിക്കൊണ്ടി ഓർമ്മയിലാ നല്ലോണം, ഓലക്കുടയും ചൂടിക്കൊണ്ടേ ഓർമ്മയിലാ നല്ലോണം, ചെമ്പകമലരാം ചുണ്ടുകളിൽ ആ ചിന്തുകൾ പാടിയൊരോണം, ചെമ്പകമലരാം ചുണ്ടുകളിൽ ആ ചിന്തുകൾ പാടിയൊരോണം, തുമ്പികൾ വട്ടം പാറി നടക്കും തുമ്പത്തൊടിയിലൊരോണം, തുമ്പികൾ വട്ടം പാറി നടക്കും തുമ്പത്തൊടിയിലൊരോണം, പാലപ്പൂവിൻ കുമ്പിളിലമ്പിളി പാല് ചുരത്തുമൊരോ. എനിക്ക് പിന്നെ പണി കൊടുത്തു. വീണ്ടും തേങ്ങ തിരുമാൻ വേണ്ടി കയറിയിരിക്കാം. കുഴലപ്പം എല്ലാം ചുരുട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചുകൂടെ ചുരുട്ടാനുണ്ട്, കുഴലാക്കാനുണ്ട്. എന്നിട്ട് ഇനിയിപ്പം കളിയടയ്ക്ക മുഴുവനും എടുത്തതിന് ശേഷം വേണം കുഴലപ്പം എണ്ണയിലിടാൻ വേണ്ടി. കുഴലപ്പം എണ്ണയ്ക്കകത്തേക്ക് ഇടുകയാണ്. വളരെ നൈസായിട്ടൊക്കെ പരത്തിയേക്കുന്നത്, അതുകൊണ്ട് നല്ല ക്രിസ്പി ആവാനാണ് സാധ്യത. കേളികളാടും കായലിനോളം കൈരളി കാൽത്തളയോണം, കേളികളാടും കായലിനോളം കൈരളി കാൽത്തളയോണം, പാർവണ സമമുഖി നീയന്മാരിൽ ചായും നേരമിതോണം, പാർവണ സമമുഖി നീയന്മാരിൽ ചായും നേരമിതോണം, ആലിലമഞ്ചലിലൂഞ്ഞാലാടി കാറ്റിനുകാവിലൊരോണം, ആലിലമഞ്ചലിലൂഞ്ഞാലാടി കാറ്റിനുകാവിലൊരോണം. പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണിപ്പോൾ. പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഫെമി പായസത്തിൽ ഖജൂർ ഇടാൻ ഉള്ള ഒരു പുറപ്പാടിലാണ്. ഖജൂർ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുന്നു. പായസത്തിനുള്ള അണ്ടിപ്പരിപ്പും കാര്യങ്ങളും നുറുക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഇന്നലെ തന്നെ കറികളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിക്കറി റെഡിയായി, ഉള്ളിക്കറി റെഡിയായി, നാരങ്ങാക്കറി റെഡിയായി, അച്ചാർ റെഡിയായി, പച്ചടി റെഡിയാക്കി, അങ്ങനെ എല്ലാം റെഡിയായിരിക്കുക. ഇനിയും ഓണസദ്യക്ക് ഉള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. ഇനി ഇല വെട്ടാൻ പോകണം. ഇല വെട്ടിയിട്ടില്ല ഇതുവരെ. ഇല വെട്ടിക്കൊണ്ട് വരാൻ പോകുന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, വാഴ ഇല വെട്ടാൻ വേണ്ടി പോവുകയാണ്. എവിടുന്നാ ഇല വെട്ടണ്ടേ? ട്യൂഷനല വേണ്ടേ? ഇവിടുന്നൊക്കെ വെട്ടിക്കോ. ഇവിടെ ആവുന്ന ഇവിടെ ഇഷ്ടംപോലെ ഈ
മൈസൂർ പൂവൻ്റെ വാഴ, മൈസൂർ പൂവനുണ്ട്, കുടിവാഴകളുണ്ട്. കുടിവാഴ എന്നൊക്കെ പറയും. എല്ലാവർക്കും ഒന്നും കുടിവാഴ എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഈ കുടിവാഴ എന്ന് പറഞ്ഞാൽ അറിയില്ല. കുടിവാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടുകൊല ഉണ്ടാകുന്ന വാഴകളാണ് ഈ കുടിവാഴ എന്ന് പറയുന്നത്. ആയി മതി, ഇലയായി. അങ്ങനെ ഇല റെഡിയായി. ഇനി ഇല ഒന്ന് സൈസാക്കണം, നമുക്ക് കഴിക്കത്തക്ക രീതിയിൽ ഒന്ന് സൈസാക്കണം. ഇവിടെ എല്ലാം നമ്മൾ ഇന്നലത്തെ പരിപാടികളൊക്കെ ഇവിടെ ആയിരുന്നുണ്ട് എല്ലാം മഞ്ഞൊക്കെ കിടക്കുകയാണ്. ഈ വലുപ്പം മതി ഇലയ്ക്ക്. ഇപ്പം നമ്മൾ ട്യൂഷൻ ഇലയാണ് 3 പേർക്ക് എടുക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഓണം വീട്ടിൽ എല്ലാവരുമായിട്ട് കൂടി, മറ്റേ വിദേശത്താകുമ്പം ഓണമൊക്കെ ഒരു ചടങ്ങായിട്ട് കൂട്ടുകാരും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പരിപാടികളൊക്കെ. ഇവിടെ ഇപ്പം വീട്ടിൽ വന്നിട്ട് ഭാര്യയും മക്കളും ഒരുമിച്ച്, മോളും ഒരുമിച്ച് ആണ് ഈ പ്രാവശ്യത്തെ ഓണം. ഈ വലുപ്പം മതിയാവും ഇലയ്ക്ക്. ഇതാണ് ട്യൂഷനല്ല എന്ന് പറയുന്നത്. ഇതാണ് ട്യൂഷൻ. അപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഇനിയും ട്യൂഷനല്ല ഇത് തന്നെയാണെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടാൽ മതി. ഓക്കെ, നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കണം ഇല. കാര്യം ഇതിപ്പം വെള്ളത്തിലൊന്നും മുക്കി തുടയ്ക്കേണ്ട കാര്യമില്ല. കാര്യം രാവിലെ മഴ പെയ്തുകൊണ്ടേ, രാവിലെ ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇലയൊക്കെ നനഞ്ഞിരിക്കുക. അപ്പം ഇതുപോലെ നന്നായിട്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റും. ഞങ്ങൾ ദുബൈയിൽ ഓണാഘോഷം നടത്തുന്ന സമയത്ത് ഇലയിൽ തന്നെയാണ് കേട്ടോ, ഇലയിൽ തന്നെയാണ് ഭക്ഷണം വിളമ്പുന്നതും ഒക്കെ. ഇന്നിപ്പോൾ അവിടെ ഭയങ്കര ആഘോഷമാണ്. കൂട്ടുകാരൊക്കെ വിളിച്ചിരുന്നു, ഭയങ്കര ആഘോഷമാണ്. പിന്നെ ഇതുപോലെ ഇല അവിടെ വിലയ്ക്ക് വാങ്ങണം ഇല. അവിടെ ലുലു മാളിലൊക്കെ പോകണം. ഇലയ്ക്കൊക്കെ ലുലു മാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇലയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ ഭയങ്കര വിലയാണ്. ഒരിലയ്ക്ക് 1.5 രൂപയും കൊണ്ട് കൊടുക്കുന്നു. അത്രയ്ക്ക് വിലയാണ് അവിടെ. ഇതുപോലെ പുറവ് ഭാഗം കൂടെ ഒന്ന് തൂത്ത് വിട്ടാൽ ഈ ചിലന്തി, പച്ച ചിലന്തി ഉണ്ടാകും, ചെറിയ ചിലന്തി, അതൊക്കെ ഇതിൽ നിന്ന് പോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണസദ്യ എല്ലാം റെഡിയായി. ഇനി കഴിക്കാനുള്ള പുറപ്പാടിലാണ്. ബിജി ഫുഡെല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇല ഇടുക എന്നുള്ളതാണ്. ഫെമി പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുക. കാറ്റിന് കൂട്ടുവരാനൊരു പെണ്ണാളുണ്ടോ? ഓട്ടുവള കൈകളിലേന്തിയ പൂവിന് പുഞ്ചിരി കൊഞ്ചാറുണ്ടോ? തമ്പുരാൻ തന്നേ ചുംബനകാലം ചെറുചിങ്ങക്കുയിലും ഒരുങ്ങി ഒരുങ്ങി നിന്ന കുരുന്നു വിരുങ്ങി നിന്ന് പൊലി പൊലിയോ മുത്തുമണിക്കമ്മലണിഞ്ഞ അഴകിനുള്ളിൽ നിറഞ്ഞ തെളിമയുള്ള പൊലി പൊലിയോ ഒരുങ്ങി ഒതുങ്ങി നിന്ന കുരുന്നു വിരുങ്ങി നിന്ന് പൊലി പൊലിയോ മുത്തുമണിക്കമ്മലണിഞ്ഞ അഴകിനുള്ളിൽ നിറഞ്ഞ തെളിമയുള്ള പൊലി പൊലിയോ മഷിക്കാവിൽ താരങ്ങൾ മല
അടയാളത്തിൻ വിളക്കേന്തി നിൽക്കുന്നു. നില നനച്ച ഇടവഴി നടന്നു നിറയുക പഴമകളെ. ഇല വിരിച്ചു ചെറുപറ നിറച്ചു കളവിനി എഴുതുക കനിമൊഴിയേ. പോയ കാലത്തിലെ സ്നേഹതീരങ്ങളിൽ തീലി നീർത്തിടുമെൻ പ്രാണമന്താരമേ. ഒരു കുടന്ന കുളിരുമായി ഇതിലെ വന്ന പൗർണമിക്ക് മുത്തെ വന്നു മുത്തം നൽകാമോ. അത്തപ്പത്തിനെത്തി ഒരുങ്ങി ഒതുങ്ങി നിന്ന കുരുന്നു വിരുങ്ങി നിന്ന് പൊലി പൊലിയോ. മുത്തുമണിക്കമ്മലണിഞ്ഞ അഴകിനുള്ളിൽ നിറഞ്ഞ തെളിവയെന്ന് പൊലി പൊലിയോ. അത്തപ്പത്തിനെത്തി ഒരുങ്ങി ഒതുങ്ങി നിന്ന കുരുന്നു വിരുങ്ങി നിന്ന് പൊലി പൊലിയോ. മുത്തുമണിക്കമ്മലണിഞ്ഞ അഴകിനുള്ളിൽ നിറഞ്ഞ തെളിമയെന്ന് പൊലി പൊലിയോ. ഓണച്ചിറകേറി വരുന്നൊരു നീലവിലാക്കളിയോടം കണ്ടോ. ഓർമ്മക്കിളി വാതിലിലൂടൊരു പൂവിളി എങ്ങാൻ കേൾക്കുന്നുണ്ടോ. സഗപനി സഗസ സഗപനി സഗസ സഗപനി സഗസ സഗപനി സഗസ സഗപപപ നിസസ സഗപപപ നിസഗപ നിസഗപ നിസപനി സഗപനി സ. തുഞ്ചന്റെ കിളിമകൾ തൻ നെഞ്ചിലേ ചെറുജെന്തിന്റെ പൊരുൾ മെല്ലെ നീർത്തുന്നു. ഓ കുഞ്ചന്റെ കളിത്തുള്ളൽ കാണാനായി കനവോരത്തെ മണിത്തുമ്പ പൂക്കുന്നു. കവികുലത്തിനണിയറ തുറന്ന് അതിശയ നിറമിനി എഴുതെഴുത്. കണിവരമ്പിൽ കൈതകൾ പറഞ്ഞ കഥകളിൽ അടിമുടിയുണരുണര്. കൂടിയാട്ടത്തിലെ കാവ്യഭാവങ്ങളെ കൂത്തരങ്ങിൽ തൊടും കേരകേദാരമേ. പുതുവസന്ത വനിക തന്നിൽ ഒരു മമൂഴി ഓടി വന്നൊരോണക്കാലത്തുമ്പി പുത്തുമ്പി. അത്തമത്തിനെത്തി ഒരുങ്ങി ഒതുങ്ങി നിന്ന കുരുന്നു വിരുങ്ങി നിന്ന് പൊലി പൊലിയോ. മുത്തുമണിക്കമ്മലണിഞ്ഞ അഴകിനുള്ളിൽ നിറഞ്ഞ തെളിമയെന്ന പൊലി പൊലിയോ. അത്തപ്പത്തിനെത്തി ഒരുങ്ങി ഒതുങ്ങി നിന്ന കുരുന്നു വിരുങ്ങി നിന്ന് പൊലി പൊലിയോ. മുത്തുമണിക്കമ്മലണിഞ്ഞ അഴകിനുള്ളിൽ നിറഞ്ഞ തെളിമയെന്ന പൊലി പൊലിയോ. ഓണച്ചിറകേറി വരുന്നൊരു നീലനിലാക്കളിയോടം കണ്ടു. ഓർമ്മക്കിളി വാതിലിലൂടൊരു പൂവിളി എങ്ങാൻ കേൾക്കുന്നുണ്ടോ. ഓടത്തണ്ടൂതിയ കാറ്റിനു കൂട്ടുവരാനൊരു പെണ്ണാളുണ്ടോ. ഓട്ടുവളക്കൈകളിലേന്തിയ പൂവിനു പുഞ്ചിരി കൊഞ്ചാറുണ്ടോ. ചമ്പകക്കാവിൽ തുമ്പികൾക്കായി തമ്പുരാൻ തന്നെ ചുംബനക്കാലം. ദിനവയലിനു മിറമ്പിൽ കുടമരത്തിൽ ചെറുചിങ്ങുയിലിനം കുറുകി. അത്തപ്പത്തിനെത്തി ഒരുങ്ങി ഒതുങ്ങി നിന്ന കുരുന്നു വിരുങ്ങി നിന്ന് പൊലി പൊലിയോ. മുത്തുമണിക്കമ്മലണിഞ്ഞ അഴകിനുള്ളിൽ നിറഞ്ഞ തെളിമയെന്ന പൊലി പൊലിയോ. അത്തപ്പത്തിനെത്തി ഒരുങ്ങി ഒതുങ്ങി നിന്ന കുരുന്നു വിരുങ്ങി നിന്ന് പൊലി പൊലിയോ. മുത്തുമണിക്കമ്മലണിഞ്ഞ അഴകിനുള്ളിൽ നിറഞ്ഞ തെളിമയെന്ന പൊലി പൊലിയോ.